പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നും വ്യത്യാസം ടാക്സിലുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാം. ഇന്നത്തെ സമൂഹത്തിൽ ഒരു വ്യത്യാസങ്ങളും ഇല്ല എന്ന് ഘോരഘോരം നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. എന്നാൽ ടാക്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. GST എന്ന് പറയുന്നതിന് പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ ഒരേ ടാക്സ് റേറ്റ് ആണ്. എന്നാൽ ഇൻകം ടാക്സിലോ പണക്കാരന് കൂടുതൽ ടാക്സ്, പാവപ്പെട്ടവനാകട്ടെ ഇൻകം ടാക്സിൽ ടാക്സേ അടയ്ക്കണ്ട. ഇതാണ് പ്രധാനമായ വ്യത്യാസം. എന്നാൽ വ്യത്യാസം ഇവിടെ മാത്രമല്ല. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു ഏർണിംഗ് ടാക്സ് ആണ്. നമ്മൾ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നത് ഇൻകം ടാക്സ്. അതെ, പേര് പറയുന്ന പോലെ ടാക്സ് ഓൺ ഇൻകം. എന്നാൽ GST ഒരു സ്പെൻഡിങ് ടാക്സ് ആണ്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന, നമ്മൾ വാങ്ങിക്കുന്ന വസ്തുക്കൾക്ക് നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ആണ് GST. നമുക്കൊരു എക്സാമ്പിൾ ചിന്തിക്കാം. നമ്മുടെ വീട്ടിലെ ടോട്ടൽ വരുമാനം 10 ലക്ഷം രൂപയുണ്ടെന്നിരിക്കട്ടെ. ഈ 10 ലക്ഷം രൂപ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് എങ്കിലും നമുക്ക് നമ്മുടെ എംപ്ലോയർ പിടിച്ചു വെച്ചിട്ട് മിച്ചം 9 ലക്ഷം രൂപ മാത്രമേ നമ്മുടെ കൈകളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നുള്ളൂ. ഈ 10% അല്ലെങ്കിൽ 1 ലക്ഷം രൂപയാണ് ഇൻകം ടാക്സ്. എന്നാൽ GST ആകട്ടെ, ഈ മിച്ചം കിട്ടിയ 9 ലക്ഷം രൂപയിൽ നിന്ന് ഞാൻ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നു. ഞാനൊരു പുതിയ ഐഫോൺ വാങ്ങിച്ചെന്നിരിക്കട്ടെ. ഈ ഐഫോണിന് നമുക്ക് അസ്യൂം ചെയ്യാം 1 ലക്ഷം രൂപയായെന്ന്. ഈ 1 ലക്ഷം രൂപയുടെ ഐഫോൺ വാങ്ങിക്കുമ്പോൾ ഞാൻ 1 ലക്ഷം രൂപ കൊടുത്താൽ കടക്കാരൻ എനിക്ക് തരില്ല. ആപ്പിൾ സ്റ്റോർ എൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷത്തിന്റെ കൂടെ അതിന്റെ 18% 1,18,000 രൂപയാണ് വാങ്ങിക്കുന്നത്. ഒരു പണക്കാരൻ 1 ലക്ഷം രൂപയ്ക്ക് ഐഫോൺ വാങ്ങിച്ചാൽ 18% 18,000 രൂപ അടയ്ക്കുമെങ്കിൽ സാധാരണക്കാരൻ ഒരു 10,000 രൂപയുടെ ഫോൺ വാങ്ങിച്ചാലോ അതിന് 1,800 രൂപയെ GST ഉള്ളൂ. രണ്ട് കേസിലും 18% ഒരുപോലെ. എന്നാൽ ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ വരുമാനം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ള ഒരു പ്രോഗ്രസീവ് ടാക്സ് റേറ്റ് സ്ലാബ് സിസ്റ്റമാണ് ഇൻകം ടാക്സിലുള്ളത്.